അള്ളാഹു പറയുന്നുണ്ട്, ഖുദൂ സീനത്തക്കും ഇൻദ കുല്ലി മസ്ജിദ്. എല്ലാ നിസ്കാര സ്ഥലത്തും നിങ്ങൾ നിങ്ങളുടെ അലങ്കാരങ്ങളെ എടുത്തണിയുക. സൗന്ദര്യബോധത്തോടുകൂടി നിങ്ങൾ നിസ്കാരത്തിന് വരിക. അത് പള്ളിയിൽ മാത്രം പോരാ, നമ്മളെ വീട്ടിലും നമ്മളത് പാലിക്കാൻ ശീലിക്കണം. അവിടെ ചിലപ്പോ നമ്മൾ പരാജയപ്പെട്ടു പോയത്. പൊരേന്ന് നിസ്കരിക്കുകയാണെങ്കിൽ ചിലപ്പോ എന്ത് ചെയ്യും, മറ്റേ ഒരു പുള്ളിത്തുണി ഉണ്ട് നമ്മളെടുത്ത്, അതില് ശ്രീലങ്കയുടെ ഭൂപടം മുതൽ ഓസ്ട്രേലിയന്റെ വരെ ഉണ്ട്. അതെടുത്തിട്ട് വരും. ചിലപ്പോ കുപ്പായം തന്നെ ഇടൂല, ചൂടാന്ന് പറഞ്ഞു, തലയും മറക്കൂല. ഇങ്ങനെ നമ്മൾ പടച്ചോന്റെ മുമ്പിൽ നിൽക്കരുത്, അത് അദബ് കേടാണ്. നല്ല ചൂടൊക്കെ ആവുമ്പോ നമുക്ക് അഫവ് ഉണ്ടെങ്കിലും നമ്മൾ അദബിന് മുൻഗണന കൊടുക്കണം. വീട്ടിലാണെങ്കിലും വേറെ ആരും കാണാനില്ലെങ്കിലും പരിപൂർണ വസ്ത്രം ധരിച്ച് നിസ്കരിക്കുന്ന ശീലത്തിലേക്ക് നമ്മൾ വളരണം. അതാണ് തസവ്വുഫ്, അതാണ് ആത്മജ്ഞാനികളുടെ രീതി, അദബുള്ളവരുടെ, മര്യാദയുള്ളവരുടെ പെരുമാറ്റ രീതി അതാണ്. ഇത് പടച്ചവന്റെ മുമ്പിൽ നിൽക്കുകയാണെന്ന ബോധം നമുക്കുണ്ടാകുക. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറെ ഏതെങ്കിലും പടപ്പുകൾ നമ്മളെ വിളിച്ചാൽ പ്രാർത്ഥന പാതി വഴിയിലിട്ട് പടപ്പുകളോട് സംസാരിക്കാൻ പോകരുത്. നമ്മളിങ്ങനെ ദ്വാരന്നോണ്ടിരിക്കുമ്പോഴാണ് മൊബൈൽ ക്ലീൻ. നമ്മൾ എന്ത് ചെയ്യും, ചിലപ്പം അവിടെ ഇട്ട് മൊബൈലെടുത്ത് വർത്താനം പറയണം. വെറുതെയാണ്. ആ ദ്വാക്ക് യാതൊരു ഇജാബത്തിനും അർഹതല്ല എന്ന് നമുക്ക് തന്നെ അറിയാം. നമ്മളിപ്പോ ഒരു പോലീസ് സ്റ്റേഷനിൽ എന്ന് SIനോട് സംസാരിക്കണതിന്റെ ഇടയ്ക്ക് ഫോൺ വന്നാൽ നമ്മൾ എടുക്കും ഇല്ല, ചിലപ്പോൾ ആളോട് പെരട്ടിക്ക് കിട്ടുകയും ചെയ്യും. അത് പേടിച്ചിട്ട് നമ്മൾ എടുക്കൂല. എന്നാ പടച്ചോനോട് ദ്വാരക്കണതിന്റെ ഇടയ്ക്ക് നമ്മൾ ഫോൺ എടുക്കുക. നമ്മൾ പൊരയില് ദ്വാ സംഘടിപ്പിച്ചാണ്. വാപ്പ ഹജ്ജിന് പോവാണ്, അല്ലെങ്കിൽ ഉമ്മ ഉംറക്ക് പോവാണ്, നമ്മൾ ഗൾഫ് പോവാണ്, അതിനു വേണ്ടി തങ്ങൾ വന്നാണ്, ഉസ്താദ് വന്നാണ്, എല്ലാവരും കൂടി ഇങ്ങനെ ദ്വാരക്കണതിന്റെ ഇടയിൽ അതാ നമ്മളെ അയലക്കാരൻ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു അതിഥി ആ ദ്വാന്റെ മജ്ലിസിലേക്ക് കയറി വന്നാൽ നമ്മളൊക്കെ ചെയ്യണ ശീലം എന്താ, അവിടെ ഇട്ട് ദ്വാ. ഇങ്ങോട്ട് പോയി അയാളെ കൈപിടിച്ച് സ്വീകരിച്ച് ഇരുത്തി വെള്ളം കൊടുത്ത് ചായ എടുത്ത് വർത്താനൊക്കെ പറഞ്ഞ് അപ്പോൾ ചിലപ്പോൾ ദ്വാ കഴിഞ്ഞിട്ടുണ്ടാവും, അല്ലെ തീരാൻ നേരത്ത് വന്നിട്ട് നമ്മളതിൽ കൂടിയിട്ടുണ്ടാവും. ഈ ദ്വാക്ക് ഇജാബത്ത് കിട്ടും. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമുക്ക് അർഹത ഉണ്ടോ? ഈ വരുന്ന ആൾക്ക് അറിയാലോ നമ്മൾ ദ്വാലാണ്. അപ്പൊ അയാൾ നിങ്ങൾ സ്വീകരിച്ചിട്ടില്ലെങ്കിലും കഴിഞ്ഞിട്ട് പോയി കയ്യോ കൊടുത്ത് ചായയും വെള്ളമൊക്കെ കൊടുത്താൽ മതി. നമ്മൾ അള്ളാഹുവോടൊരു വിഷയം പറഞ്ഞുകൊണ്ടിരിക്കണതിൻ്റെ ഇടയിൽ എന്ത് ചെയ്യരുത്, അത് ശ്രദ്ധ തിരിച്ചിട്ട് പടപ്പുകളോട് വർത്താനം പറയാൻ പോയാൽ ആ ദ്വാക്ക് യാതൊരു അർഹതയില്ല സ്വീകാര്യത കിട്ടാൻ. അത് മര്യാദക്കേടാണ്. നമ്മളൊക്കെ അറിയാതെ